വെൽക്കം ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർക്കുലേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലൈൻ ഇൻറ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ജസ്റ്റ് നമുക്കതിലൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് സർക്കുലേഷൻ around the circle. Find circulation of f is equal to x minus y I plus xj around the circle given by r of t equal to cos t I plus sin t j, where one full circle is represented by the limit 0 less than t less than 2 pi. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. യു ഹാവ് ടു ഫൈൻഡ് ദി സർക്കുലേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ അറൗണ്ട് ദി സർക്കിൾ. ഓക്കെ, സോ സർക്കുലേഷൻ്റെ ഫോർമുല എങ്ങനെയായിരുന്നു? സർക്കുലേഷൻ ഇങ്ങനെയാണ് നമ്മോട് പറഞ്ഞത്. സർക്കുലേഷൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, എഫ് ഡോട്ട് ഡി ആർ ഇറ്റ്സ് ഈക്വലൻ ടു എഫ് ഡോട്ട് ടി ഡി എസ് ആണ്. ടി ഡി എസ് ബിക്കം ഡി ആർ. ഓക്കെ, സോ എഫ് ഡോട്ട് ഡി ആർ. ഹിയർ സി ഈസ് ദി കർവ്. എങ്ങനെയായിരുന്നു സി? ഹിയർ on C, x is equal to cos t, y is equal to sin t. X is equal to cos t, y is equal to sin t. This gives dx is equal to minus sin t dt and dy equal to cos t dt. X is equal to cos t. It implies that dx is equal to minus sin t, y is equal to sin t implies dy equal to cos t dt. So, and t running from 0 to 2 pi. Now what about f? F is equal to x minus yi plus xj. So, x minus yi plus xj. So what is f of t? F of t equal to cos t minus sin t I plus cos t j. Cos t minus sin t I plus cos t j. Clear? Okay, now what is dr from here? Dr also dr is equal to dxi plus dyj as usual concept is equal to dx is minus sin t dt I plus cos t dt j. Therefore f dot dr is equal to multiplying these two, cos t minus sin t into minus sin t dt plus cos square t dt. Multiplying these two, cos square t dt, this gives minus cos t sin t plus sin square t plus cos square t മൊത്തം എല്ലാറ്റിനും കോമൺ ആയിട്ടുള്ളതാണ് dt. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് cos t sin t dt. Therefore f dot dr is there. Therefore നമുക്കിനി സർക്കുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. Therefore circulation
circulation is equal to integral over c f dot dr, that's equal to integral from 0 to 2 pi, integral from 0 to 2 pi 1 minus cos t sin t times dt, that's equal to how do you get this one? You will get this one as integrating this 1 dt is t minus ഇനി സൈനിൻ്റെ ഡെറിവേറ്റീവാണ് കോസ്, അപ്പോൾ മൈനസ് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി ഉണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇസ് ഇൻറ്റഗ്രൽ, നേരെ ഒന്നും കൂടെ എഴുതുന്നത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി കോസ് 2t, അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സൈൻ 2t ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം ഡി ടി, ബിക്കോസ് സൈൻ ടി കോസ് ടി ഈക്വൽ ടു 2 sin t cos t equal to sin 2t or sin t dt equal to by 2, ആ ഒരു ഫോർമുല ഉപയോഗിച്ചാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് t ടൈംസ് t മൈനസ് സൈൻ 2tനെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മൈനസ് സൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കോസ് 2t, ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 കൂടെ വന്നിട്ട് 0 to 2 pi. ലിമിറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട് യു ഗെറ്റ്, അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 pi എന്ന് കിട്ടും, 2 pi. പിന്നെ കോസ് ഇതിൽ നിങ്ങൾ കൊടുത്താൽ കോസ് 4 pi 1 ആണ്, കോസ് 0 1 ആണ്, അപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 2 pi minus 0, സോ ദ അൾട്ടിമേറ്റ് ആൻസർ വിൽ ബി 2 pi. Therefore the required circulation is 2 pi. The required circulation is 2 pi. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ലൈൻ ഇൻറ്റഗ്രലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെയപ്പോൾ ഞാൻ പറഞ്ഞു, വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലോ തന്നെ ഒരു ക്ലോസ്ഡ് സർക്കുലാർ റീജിയനിലൂടെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സർക്കുലേഷൻ എന്ന് പറയും. ആ സർക്കുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് വരുവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 രൂപത്തിലുള്ള ലൈൻ ഇൻറ്റഗ്രൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. വി ക്യാൻ ഡിഫൈൻ 2 types ഓഫ് ലൈൻ ഇൻറ്റഗ്രൽസ് which are we can define 2 types of line integral which are f dot t ds integral t ds integral over c. ഇതായിരുന്നു നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനുള്ള എഫ് ഡോട്ട് എൻ ഡി എസ് ഉണ്ട്, എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, എന്താണ് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ നമ്മുടെ സിലബസിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്ലെയിൻ ഫംഗ്ഷനെയാണ്. അതായത് 2 വേരിയബിളുള്ള ഫംഗ്ഷൻ്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഫ്ലക്സ് എക്രോസ് എ പ്ലെയിൻ കർവ്. ഫ്ലക്സ് എക്രോസ് എ പ്ലെയിൻ കർവാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു m, x, y I plus n of x, y j be a function defined in a domain contained in R2ൻ്റെ ഒരു സബ്സെറ്റിനകത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ R2ൻ്റെ സബ്സെറ്റ് പറഞ്ഞാൽ x, yകളുടെ കൂട്ടം, അതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടിയിട്ട് ഇങ്ങനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ സി ബി എ ക്ലോസ്ഡ് കർവ് ഡിഫൈൻഡ് in domain of f, closed in the
domain of f with parameter representation with parameter representation r of t equal to x of t I plus y of t j. കാരണം z of t പറയേണ്ട കാരണം ഇതിൻ്റെ ഡൊമൈനായ 2 ഡൈമെൻഷണൽ സ്പേസിലുള്ള ഒരു റീജിയൻ്റെ അകത്തുള്ള ഒരു കർവാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞത് R2, ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്തുണ്ട്, ഒരു ഡൊമൈൻ ഉണ്ട്. യു ഹാവ് എ ഡൊമൈൻ ഹിയർ. ഇവിടെ നിന്നാണ് ക്യാപിറ്റൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ഒരു ക്ലോസ്ഡ് കർവാണ് സി എന്നുള്ള കർവാണ്. സോ ദിസ് ഇസ് സി. ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. ഓക്കെ, ഇതാണ്. അപ്പോൾ വി ആർ കൺസിഡറിങ് ദിസ് കർവ് ഇൻ ദിസ് റീജിയൻ. സോ അത്ര എഴുതി കഴിഞ്ഞാൽ നമുക്കിനി ബാക്കി പറയാം. then the flux of f across the curve C, ഈ കർവ് കൂടെയുള്ള ഫ്ലക്സ് എക്രോസ് ദി കർവ്സ്. എന്തായാലും ഇതിലെ എഫ് എല്ലാ പോയിന്റിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കർവുമേലും എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. സോ ആ എഫിൻ്റെ ഈ ഒരു കർവുമ കൂടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഓഫ് ഫങ്ഷൻ എഫ് എക്രോസ് ദി കർവ് സി ഈസ് given by f is equal to integral over C. It's a circular closed path, so integral over C f dot n ds, where n is the unit normal vector to the curve C. യൂണിറ്റ് നോർമൽ വെക്റ്റർ ടു ദി കർവ് സി. സോ ഇതാണ് സി. സോ ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്താൽ ഇതൊരു എൻ ആണ്, ഈ പോയിൻറ്റിൽ എൻ ആണിത്. നിങ്ങൾ ഓർക്കണേ, ഈ പോയിൻറ്റിലെ ടി ആണിത്, ഈ പോയിൻറ്റിലെ എൻ ആണിത്. ഓക്കെ, സോ സി അതാണ്, എൻ യൂണിറ്റ് നോർമൽ വെക്റ്ററാണ്. ഓക്കെ ആണല്ലോ. ദാറ്റ്സ് ദി ഇക്വേഷൻ ഫോർ ദി ഫ്ലക്സ്. ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്ത ദൗത്യം ശ്രദ്ധിക്കണേ. അടുത്ത ദൗത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട്, എനിക്കറിയാം എന്തായിരുന്നു, we have for the case of plane curve, n is equal to t cross k. പ്ലെയിൻ കർവ് ആകുമ്പോൾ അത് എങ്ങനെയായിരുന്നു, ടാൻജൻറ്റ്. ഓക്കെ, പിന്നെ ബൈനോർമൽ വെക്ടർ ആയിരിക്കും ഇത് രണ്ടിൻ്റെയും കൂടെ പിന്നെ കെ വരുന്നത്, അത് രണ്ടിൻ്റെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള n കിട്ടും. സോ ഇറ്റ്സ് ടി ക്രോസ്. ബൈനോർമൽ വെക്ടറൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ട്, എൻ ക്രോസ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എൻ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, അതായത് യൂണിറ്റ് നോർമൽ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണിത്. ഇനി എന്താണ് ടി ഈക്വൽ ടു, ഞാൻ എളുപ്പത്തിലാണ് ചെയ്യുന്നത്, ടി ഈക്വൽ ടു dr by ds. ഇതിനെ തന്നെയാണ് നമ്മളെങ്ങനെ എഴുതിയിരുന്നത്, dr by dt ഡിവൈഡഡ് ബൈ dr by dt മോഡുലസ് എടുത്തിട്ട് നമ്മൾ ഇതേ സാധനം തന്നെയാണിത്, dr by ds. ദാറ്റ്സ് ഈക്വൽ ടു dx by ds I പ്ലസ് ആർ. എന്തായിരുന്നു ആർ, നമ്മൾ പറഞ്ഞിരുന്നു ആർ ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു, എക്സ് ഓഫ് ടി
എക്സ്, ഓക്കെ, ഐ പ്ലസ് വൈ ജെ. ഓക്കെ, അപ്പോൾ ടീനെ നിങ്ങൾക്ക് എസ്സിലേക്കൊക്കെ പറയാം. നമ്മളെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയതാണ് ഈ ഡി ആർ ബൈ ഡി എസ് എന്നൊക്കെ വരുന്നത്. സോ ഡി എക്സ് ബൈ ഡി എസ് പ്ലസ് ഡി വൈ ബൈ ഡി ജെ, സോറി ഡി എസ് ജെ, ടി കിട്ടി. നൗ എൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ടി ക്രോസ് കെ ഈക്വൽ ടു ഐ ജെ കെ. Now this become dx by ds, dy by ds, then third coordinate 0. k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ k എന്ന് പറഞ്ഞാൽ 0i പ്ലസ് 0j പ്ലസ് 1k ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് ഈക്വൽ ടു i ഇൻറ്റു dy ബൈ ds പ്ലസ് പിന്നെ മൈനസ് j ഇൻറ്റു dx ബൈ ds, j into dx by ds. So I into dy by dx minus j into dx by ds. That is okay. So n cap kitti. Therefore f is equal to f. Therefore f dot n ds is equal to f n ds is equal to, or നമുക്ക് ആദ്യം ഈ n ds ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. therefore n ds is equal to n ds is equal to I dy by ds plus minus j dx by ds times ds. That's equal to I dy minus j dx. I dy minus j dx. Therefore f dot n ds is equal to m of x comma y I plus n of x comma y j dot dy minus dxj. That's equal to m dx minus n dy minus n dx. Therefore integral over c f dot n ds is equal to integral m dy over c m dy minus n dx. So this is the equation of the flux. That is conclude ചെയ്യാം. that is flux across the flux of f equal to mi plus nj across the curve c given by x of t I plus y of t j is given by ഏതായിരുന്നു ഫോർമുല നിങ്ങളുടെ കയ്യിലുണ്ട്? ഏതാ? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ദറ്റ്സ് ഈക്വൽ ടു, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഫ്ലക്സ്. നേരത്തെ എന്തായിരുന്നു? നേരത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിരുന്നു. എഫ് ഡോട്ട് ഡി ആർ. ഇവിടെ എന്തായിരുന്നു? ഇവിടെ നേരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ലിമിറ്റ് വന്നിട്ടുള്ളത്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ നിർത്താം. എഴുതാം. ഫൈൻഡ് ദി ഫ്ലക്സ് അക്രോസ് ദി
ചോദ്യം ഇതാണ്, ഫൈൻഡ്, ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഫ്ലക്സ് എക്രോസ് സി across circle x square plus y square equal to 1 square plus y square of the function f is equal to നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് പ്ലസ് xj. ഇതാണ് ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, xj. അപ്പം ഞാൻ അതേ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്, അതേ ഈ പ്രോബ്ലം എഴുതുന്നതിന് മുമ്പ് ആൻസറായിട്ട് എഴുതി, വേറെ ഒന്നുമില്ല, ചോദ്യങ്ങളിലും വ്യത്യാസങ്ങളൊന്നുമില്ല. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലക്സിൻ്റെ ഫോർമുല ഇതാണ്, എഴുതുക. ഫ്ലക്സ് is equal to integral over c f dot n ds, that's equal to integral over c m dy minus n dx. ഇതാണ് മനസ്സിലായി, അതാണ് ഫോർമുല. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ളത് ഓൺ സി എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ കോസ് ടി, ദിസ് ഇംപ്ലൈസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഡി ടി. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, this implies dy equal to cos t dt. Okay, and t varies from 0. Now f is equal to x minus yi plus xj, where that is compare ചെയ്താൽ m is equal to x minus y, n is equal to x. Clear? Therefore integral over c f dot n ds is equal to integral over c m dy minus n dx ഈക്വൽ ടു, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഇൻറ്റഗ്രൽ ദിസ് ഇസ് ഈക്വൽ ടു കോസ് ടി മൈനസ് സൈൻ ടി, ദിസ് ഇസ് ഈക്വൽ ടു കോസ് ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ഡി എക്സ് ഇൻറ്റഗ്രൽ ഓവർ 0 to 2π, ലിമിറ്റ് അവിടെയുണ്ട്. എം എത്രയായിരുന്നു? കോസ് ടി മൈനസ് സൈൻ ടി ഇൻറ്റു ഡി വൈ എന്തായിരുന്നു? ഡി വൈ ഈക്വൽ ടു കോസ് ടി dt, then minus n എന്തായിരുന്നു? n cos t, പിന്നെ dx എന്താ? ഇൻറ്റു മൈനസ് സൈൻ ടി ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ ടി, പിന്നെ ഇവിടെ മൈനസ് സൈൻ ടി കോസ് ടിയും പ്ലസ് സൈൻ ടി കോസ് ടിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ ദിസ് ബിക്കം ലൈക്ക് ദിസ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π, ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന് എഴുതാം. സോ ആ ഒരു ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈക്വൽ ടു, ആ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് ഈക്വൽ ടു 1/2t plus 1/4 sin 2t from 0 to 2π. That's equal to 1/2 2π plus 1/4 into sin 4π, upper limit കൊടുത്തു, minus 0 1/2 into 0 plus 1/4 into 0. That's equal to 1/2 2π plus 0 minus 0. That's equal to pi. Therefore
therefore it's equal to 2 pi. Therefore flux is equal to pi, which is the answer. Flux equal to pi, which is the answer. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ലൈൻ ഇൻ്റഗ്രലിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നാളെ പറയാൻ പോകുന്നത് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ലൈൻ ഇൻ്റഗ്രൽ എപ്പോഴും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 0 0 0 to 1 1 1 ഒരേ ഫങ്ഷൻ എടുത്തു, ഒരേ ലിമിറ്റ്സ് എടുത്തു, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. പക്ഷേ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ വ്യത്യാസപ്പെട്ടാൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മാറും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ മാറാത്തതുണ്ടോ? ഏത് പാത്തിലൂടെയും നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഫങ്ഷൻ ഉണ്ടോ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.